ഹായ് ഗൈസ്, ഞാൻ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഞാൻ എന്നും വിചാരിക്കും എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റോ, വിശേഷങ്ങളൊക്കെ ചോദിക്കണം, കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങളെ അറിയിക്കാനുള്ള എന്താ വെച്ചാൽ, ഞാനിപ്പം ഡെയിലി രാവിലെ യൂസ് ചെയ്യുന്നത് എഴുന്നേറ്റ ഉടനെ ഒരു തൈറോയിഡിൻ്റെ ഗുളികയും ഒരു 1 ലിറ്റർ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അരമണിക്ക കാലിച്ചായ കുടിക്കും. പിന്നെ ചായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി. ഇപ്പോൾ വെള്ളം ഗുളികയും കഴിച്ച് പിന്നെ വാഷ്റൂമിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പച്ചക്കറി നനയ്ക്കലും കോഴിക്ക് തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നിട്ട് കഴിക്കുന്ന സംഭവമാണിത്. ചിയാ സീഡ് വെള്ളത്തിൽ തലേദിവസം ഒരു 1.5 സ്പൂൺ ഇട്ട് വെക്കും. ഇത് പിന്നെ വാൾനട്ട്, അത് ഞാൻ കാണിക്കാൻ പറഞ്ഞ വാൾനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തും അത് തൊലി കളഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ്, 3 ഈത്തപ്പഴം, കുറച്ച് കറുത്ത മുന്തിരി, പേരയ്ക്ക, ആപ്പിള്, അതുപോലെ തന്നെ റോബസ്റ്റ് പഴം പിന്നെ ഒരു റോബസ്റ്റ് പഴം. ഇത്രയും സംഭവങ്ങൾ. ഇത് ഫുള്ളായിട്ടൊന്നുമില്ല, ആപ്പിളിൻ്റെ പകുതി എടുക്കുകയുള്ളൂ, ഇതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ. പഴം ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എന്താ വെച്ചാൽ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ട് നമുക്ക് അനാരോഗ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു പുതിയ ടിപ്സ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളുള്ള നിങ്ങളിലേക്ക് അത് എത്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം കാലത്ത് നല്ല എനർജറ്റിക്കാണ്, നല്ല ഫുഡാണ്, നല്ല ഹെൽത്തിയാണ്, ആരോഗ്യപരമായിട്ട് നമുക്ക് നല്ല ഒരു സുഖം ഒരു ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ നട്ട്സും ഫ്രൂട്ട്സും ചേർത്തുകൊണ്ടുള്ള ഈ ഒരു വിഭവമാണ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും. പിന്നെ എന്താ പറയുക, നമ്മൾ കാലിച്ചായ കുടിക്കുക എന്നൊക്കെ പറയില്ല, എല്ലാം കൂടെ ഇതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, കാരണം ഇത് കറുത്ത മുന്തിരിയൊന്നും രക്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല സംഭവമാണ്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ രക്തവർദ്ധനവിനുള്ളതാണ്. പിന്നെ ആപ്പിളിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അതേപോലെ തന്നെ പേരക്ക നമുക്ക് ശരീരത്തിന് ഏറ്റവും തണുപ്പ് വരുന്ന സാധനമാണ്. റോബസ്റ്റ് പഴം, പിന്നെ എനിക്ക് പൊതുവേ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ കുന്നമ്പഴം കഴിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കാൻ. എനിക്ക് എൻ്റെ ഒരുപാട് അനാരോഗ്യങ്ങൾ വന്നതും സംബന്ധിച്ചമായ വിഷയം കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിൽ നിങ്ങളെയൊക്കെ അറിയിച്ചു തരാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാവണം. പിന്നെ അപ്പോൾ ഇതുപോലെ എല്ലാവരും അല്ല, ഒരുവിധപ്പെട്ട ആളുകളൊക്കെ രോഗികളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് ഈ ഒരു ഐറ്റംസ് ഇങ്ങനെ കാലത്ത് കഴിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച വരെയൊക്കെ എന്തില്ല, പിന്നെ വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല, നല്ല സുഖമാണ്. പിന്നെ എന്തായാലും ഒരു വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണമല്ലോ, നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സംഭവമാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പാല് ശംഖുപുഷ്പിട്ടിട്ട് 11-11:30 ഒരു ഗ്ലാസ് പാല് ശംഖുപുഷ്പിട്ടിട്ട് ഞാൻ കുടിക്കും. പിന്നെ ഉച്ചയ്ക്ക് 2 കുഞ്ഞ് 2 തവി അല്ലെങ്കിൽ ഒരു അരക്കോരി ചോറ് ആണ് ഞാൻ കഴിക്കാറില്ല. കൂടുതലായിട്ടൊന്നും ഫുഡ് കഴിക്കാറില്ല. എനിക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും കുറേശ്ശെ കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ പ്രയാസമില്ല കേട്ടോ, അൽഹംദുലില്ലാ ഖറാഅത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച്, അതായത് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾ കാണിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക് അമർത്താൻ മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യണം, നമ്മളെ ഈ പിന്നെ ഫോളോ ചെയ്യണം ഈ നമ്മളെ ചാനൽ. കാരണം ഞാനൊരു രോഗിയാണ്, എനിക്ക് ഒരുപാട് കാശ് വേണം ഒരു മാസം മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ അധ്വാനിക്കാൻ പോകാനൊന്നും പറ്റാത്ത വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാൻ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടുകൂടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണുന്നവരെ എല്ലാവർക്കും വണക്കം.